Hi Cadets and welcome back to my channel. Cadets finally TVM ആരുടെയും കാലിക്കറ്റ് ആരുടെയും അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ്. ഏത് ട്രേഡിൻ്റെയാണ് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത്? ഏതെങ്കിലും ട്രേഡിൻ്റെ വരാത്തയുണ്ടോ? ആ ട്രേഡിൻ്റെ എല്ലാം എപ്പോഴാണ് വരാൻ പോകുന്നത്? അതായത് ഇന്ത്യൻ ആർമിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ട്രേഡുകളുണ്ട്. WMP ഉണ്ട്, ആർമി, GD, ടെക്നിക്കൽ ക്ലർക്ക്, NA എന്നീ ട്രേഡുകളുമുണ്ട്. ഇതിനകത്ത് ഏത് ട്രേഡിൻ്റെയാണ് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത്, ഫിസിക്കൽ എവിടെയാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, കാലിക്കറ്റ് എയറുടെ അണ്ടറിലാണോ, TVM എയറുടെ അണ്ടറിലാണോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ റാലിയും നടക്കാൻ പോവുകയാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം ആളുടെ മനസ്സിലായി കാണും. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ, അതായത് ഫിസിക്കൽ ഈവൻറ്റ് ഏതൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, ഹൈറ്റ് എത്രയാണ് വേണ്ടുന്നത്, വെയിറ്റ് എത്രയാണ് വേണ്ടുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, WMPയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെയും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അവരുടെയും ഫിസിക്കൽ ഈവൻറ്റിൽ ചേഞ്ച്മെൻ്റ് ഉണ്ട്. മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് നടന്നിരുന്നത് എന്നീ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾക്കുണ്ടോ അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നീ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ എല്ലാ കുട്ടികളും കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്ക്. കുട്ടികളെ, നിങ്ങളും 2026 ആർമി റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു കേഡറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക, കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. പാസ്സായ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ സ്പെഷ്യലി ആർമി, നേവി, എയർഫോഴ്സ്, SSC, GD ഒട്ടും മടിക്കാതെ ഫോളോ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും വരുന്ന എല്ലാ വീഡിയോസും കാണുക. ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ നോക്കൂ, അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. TVM എയറോ കാലിക്കറ്റ് എയറോ ഈ ഒരു തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ഫിസിക്കൽ ഡേറ്റ് വന്നിട്ടുണ്ടോ, ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുന്നു. TVM എയറുടെ ആണോ കാലിക്കറ്റ് എയറുടെ ആണോ, രണ്ട് എയറുടെയും വന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കറിയാൻ പറ്റത്തുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. 8 to 11 മിനിറ്റ്സിനിടയിൽ കാണും. ഫുള്ള് കാണുക കേട്ടോ കുട്ടികളെ. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ആൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ. അത് എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതായിരിക്കും. ഇത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. 2026 TVM AR വഴിയും അതേപോലെ തന്നെ കാലിക്കറ്റ് ARL കൂടിയും എത്ര കുട്ടികളാണ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആരുടെ അഡ്മിറ്റ് കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്, ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, WMPയുടെ അഡ്മിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ആരുടെയാണ്? WMPയുടെ അഡ്മിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് എയറിൽ നിന്ന് എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത്? 27 cadets ആണ് WMPയുടെ എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. TVM എയറുടെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 33 cadets ആണ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇവരുടെ അഡ്മിറ്റ് കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ക്ലിയർ? ഇവരുടെ അഡ്മിറ്റ് കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇനി റാലി ഡേറ്റ് എപ്പോഴാണ് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആന ഡിഫൻസ് അക്കാഡമി നേരത്തെ ഒരു ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിനനുസരിച്ചിട്ടാണോ അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ. നോക്കും, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. WMPയാണ് വന്നിരിക്കുന്നത്. ആദ്യം ആരുടെയാണ് റാലി നടക്കാൻ പോകുന്നത് അതുകൂടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തരാം. 99.9% കാലിക്കറ്റ് എയറുടെ റാലി ആയിരിക്കും നടക്കാൻ പോകുന്നത് ആദ്യം. അത് എന്തുകൊണ്ടാണെന്ന് ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ കുട്ടികളെ. ക്ലിയർ? അപ്പോൾ ഇത്രയും കുട്ടികളുടെ റാലിയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ വരുമോ ഉടനെ വരുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇന്ന് രാവിലെ 12:01 അതായത് രാവിലെ 12 മണി കഴിഞ്ഞിട്ടാണ് WMP പാസ്സായ കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു തുടങ്ങിയത്. അതായത് അവരുടെ പേഴ്സണൽ ഫോൺ നമ്പറിൽ മെസ്സേജ് വന്നു തുടങ്ങി. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. രാവിലെ 12:01 മുതൽ എല്ലാ കുട്ടികൾക്കും അപ്ഡേറ്റ് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിയർ കാൻഡിഡേറ്റ് അമൃത രാകേഷ് എന്നും പറഞ്ഞ ബാക്കി അപ്ഡേറ്റ് വന്ന് ഇവിടെ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ പോകും. അവിടെ യൂസർ നെയിമും പാസ്വേഡും ആഡ് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് അവരുടെ പ്രൊഫൈലിൽ നിന്ന് അഡ്മിറ്റ് കാർഡ്, അതായത് റാലി അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ അഡ്മിറ്റ് കാർഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളും WMP പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഫോൺ നമ്പർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മെയിൽ ID ചെക്ക് ചെയ്യണം. ഇനി കാലിക്കറ്റ് AROയ്ക്ക് എക്സാം പാസ്സായ, കാലിക്കറ്റ് ARയിൽ നിന്നും എക്സാം പാസ്സായ കുട്ടികളും വെയിറ്റ് ചെയ്യുക. എല്ലാവരുടെയും ഫോൺ നമ്പരും അതേപോലെ തന്നെ Gmail IDയും കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നതായിരിക്കും ഉടനെ തന്നെ. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കൂ, ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് ലൊക്കേഷൻ എവിടെയാണ്. നോക്കൂ കുട്ടികളെ, ഇത് ഒരു കേഡറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ കുട്ടികളെ.
ഒരു കേഡറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കാണാം എവിടെയാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. അതുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ്. എവിടെയാണ്? ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ്, കോഴിക്കോട്. നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് മുൻ വർഷങ്ങളിൽ, അതായത് അഗ്നിപത്ത് എന്നൊരു സ്കീം സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് ഇന്ത്യൻ ആർമി, അതായത് കാലിക്കറ്റ് എയറുടെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇതെന്നാണ് അറിയാൻ പറ്റിയത്. അവിടെയാണ് മുൻ വർഷങ്ങളിൽ റാലി നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെളിയിൽ കൂടിയൊക്കെ ഒരു സമയത്ത് കുട്ടികൾ അവിടെ റാലി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേഡിയമാണ് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 2 to 3 hours നമ്മൾ നടത്തിയ അപ്ഡേറ്റിലാണ് ഈ ഒരു കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റിയത്. ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേഡിയം എന്താണ്? സ്റ്റേഡിയം ഏതാണ്? ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ്, കോഴിക്കോടുള്ള. കേട്ടോ, ഇനി ഗൂഗിളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇതാണ് നിങ്ങളുടെ സ്റ്റേഡിയം കുട്ടികളെ. ഇതാണ് നിങ്ങളുടെ സ്റ്റേഡിയം. കേട്ടോ, ഇതാണ് ആ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെയാണ് നിങ്ങളുടെ റാലി നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിനനുസരിച്ച് ട്രെയിനിങ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ക്ലിയർ? സിന്തറ്റിക് ട്രാക്ക് അല്ല, ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ അപ്ഡേറ്റാണ്, ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അപ്ഡേറ്റാണ് ഇവർ നൽകിയ അഡ്മിറ്റ് കാർഡ് അനുസരിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴാണ് റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത്? നോക്കൂ കുട്ടികളെ, റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത് ഒക്ടോബർ 15-നാണ്. ഒക്ടോബർ 15-നാണ് റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത്. എന്നാണ്? ഒക്ടോബർ 15-നാണ് റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത്. രാവിലെ 5 മണിക്ക് WMP കേഡറ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഏതാണ്? ഒക്ടോബർ 5-നും 11-നുമാണ്. ഇനി ഞാൻ പറയാം. നോക്കൂ കുട്ടികളെ, എന്തായാലും ഇത്രയും കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കുട്ടികൾക്ക് വേണ്ടി ഒരിക്കലും ഇന്ത്യൻ ആർമി ഒരു സ്റ്റേഡിയമോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ സെറ്റ് ചെയ്യത്തില്ല. അതായത് ഈ 27 അതേപോലെ ഈ 33 കേഡറ്റിന് വേണ്ടി എന്തായാലും ഈ ഒരു ബാച്ചിൻ്റെ കൂടെ തന്നെ ആരുടെ റാലി കാണും? ഈ കാലിക്കറ്റ് എയറുടെ റാലിയും കാണും. കാരണം ഇതിൻ്റെ കൂടെ ആൾറെഡി 27 + 33 കേഡറ്റിന് വേണ്ടി അവർ റാലി സൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ കാലിക്കറ്റ് എയറുടെ റാലിയും കാണും. കാലിക്കറ്റ് എയറുടെയും അഡ്മിറ്റ് കാർഡ് ഉടനെ വരുന്നതായിരിക്കും. ക്ലിയർ? അതേ റാലി കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെയും വരാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയുടെ റാലി വരുമ്പോൾ ആദ്യം വരുന്നത് ആൺകുട്ടികളുടെ റാലിയാണ്. WMPയുടെ പിന്നെയാണ് വരുന്നത്. എന്തായാലും ഈ 5 to 11 നമ്മൾ ആൾറെഡി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ റാലി ഡേറ്റ് ആണ് എന്നാണ്? ഒക്ടോബർ 5 to 11. ആദ്യം എന്തായാലും ആൺകുട്ടികളുടെ ആയിരിക്കും, അതിനുശേഷമായിരിക്കും പെൺകുട്ടികളുടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഒക്ടോബർ, ഇവിടെ പറയുന്നത് എത്രയാണ്? ഒക്ടോബർ 15. കേട്ടോ കുട്ടികളെ, എന്നാണ്? ഒക്ടോബർ 15. ക്ലിയർ? അപ്പോൾ ആൺകുട്ടികൾ റെഡി ആയിക്കോളൂ. ഇനിയും നിങ്ങളുടെ കയ്യിൽ 2 മാസമുണ്ട്. എത്രയാണ്? ഇനിയും നിങ്ങളുടെ കയ്യിൽ 2 മാസമുണ്ട്. കേട്ടോ കുട്ടികളെ, ഇന്ന് ആഗസ്റ്റ് 12-ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ 2 മാസത്തിനടുത്തുണ്ട്. 55 to 60 days ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ക്ലിയർ? അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. മുന്നോട്ട് തകർത്ത് നിങ്ങളിനി ഫിസിക്കലി ചെയ്തോളൂ. കാലിക്കറ്റ് എയറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 99.9% നമുക്ക് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കാലിക്കറ്റ് എയറുടെ ആയിരിക്കുമെന്ന്. സ്റ്റേഡിയവും മനസ്സിലായി. ഡേറ്റ് ആൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒക്ടോബർ 5 to 11 ആണ്. പക്ഷേ WMPയുടെ ഞാൻ പറഞ്ഞത് എപ്പോഴായിരുന്നു? ഞാൻ TVM എയറുടെ കൂടെ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് സിനാരിയോയിൽ അവരെന്താണ് WMPയുടെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന്. ഇവിടെ ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കേട്ടോ, ഈ ഒരു കേഡറ്റ് ഏത് എയറുടെയാണ്? ട്രിവാൻഡ്രം എയറുടെയാണ്. ഈ ഒരു കേഡറ്റ് TVM എയറുടെയാണ്. കേട്ടോ, TVM എയറുടെ കേഡറ്റാണിത്. വീണ എന്ന് പറയുന്നത് ഈ ഒരു കേഡറ്റിൻ്റെ റാലി എവിടെയാണ്? കാലിക്കട്ടിലാണ് നടക്കുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ഇനി അറിയേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടുന്നത്. ഒരു 3 to 4 minute കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് വീഡിയോ കാണുക. ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. നോക്കൂ കുട്ടികളെ, നിങ്ങളിപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയ രജിസ്ട്രേഷൻ എക്സാം നിങ്ങൾ എഴുതി, റിസൾട്ട് വന്നു. അടുത്തയാണ് നിങ്ങളുടേത് PFT + PMT. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കേട്ടോ, ഇതാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, PSTയുടെ കാര്യം പറയുകയാണെങ്കിൽ, PST എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അഗ്നിവീർ GDയുടെ കാര്യം പറയുകയാണെങ്കിൽ, GD എന്നൊരു ട്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 166 സെൻറ്റിമീറ്റർ. ടെക്നിക്കൽ എന്നൊരു ട്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 165 സെൻറ്റിമീറ്റർ. ട്രേഡ്സ്മാൻ 10th എന്നൊരു ട്രേഡിലേക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 166 സെൻറ്റിമീറ്റർ. അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 166 സെൻറ്റിമീറ്റർ. അഗ്നിവീർ ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്കാണെന്നുണ്ടെങ്കിൽ 162 സെൻറ്റിമീറ്റർ. ഇത്രയും ഹൈറ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. പിന്നെ NA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 165
സെൻറ്റിമീറ്റർ. ക്ലിയർ? ചെസ്റ്റ് വേണ്ടുന്നത് 77 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയാണ് PFT എങ്ങനെയാണ് നടക്കുന്നത് അവിടെ നോക്കൂ കുട്ടികളെ. നിങ്ങളുടെ ട്രേഡ് GD ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് 100 മാർക്കുണ്ട്. ബാക്കി ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ടെക്നിക്കലാണ്, ക്ലർക്കാണ്, എന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങളവിടെ 6 മിനിറ്റ് 15 സെക്കൻഡ് കൂടി എത്തിയാൽ മതി. പക്ഷേ നിങ്ങളുടെ ട്രേഡ് GD ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 മാർക്കിന് വേണ്ടി തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 30 സെക്കൻഡിൽ ഓടിയെത്തിയാലാണ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 60 മാർക്ക് ലഭിക്കും. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തണം. അപ്പോൾ നിങ്ങൾക്ക് 48 മാർക്സ് ലഭിക്കും. ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തണം. അപ്പോൾ നിങ്ങൾക്ക് 36 മാർക്സ് ലഭിക്കും. ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞാലോ നിങ്ങൾ 6 മിനിറ്റ് 15 സെക്കൻഡിൽ ഓടിയെത്തണം. അപ്പോൾ നിങ്ങൾക്ക് 24 മാർക്സേ ലഭിക്കത്തുള്ളൂ. ഇനി ചിഹ്നപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ 10 ചിഹ്നപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക്, 9 ചിഹ്നപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 മാർക്ക്, 8 ചിഹ്നപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 27 മാർക്ക്, 7 ചിഹ്നപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ 21 മാർക്ക്, 6 ചിഹ്നപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മാർക്ക്. 6 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും. ഇവിടെ 6 മിനിറ്റ് 15 സെക്കൻഡിന് ശേഷം നിങ്ങൾ ഓടിയെത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും. പിന്നെ 2 ഇവൻറ്റ് കൂടിയുണ്ട്, 9 ഫുട്ട് ഡിച്ച്, സിഗ്സാഗ് ബാലൻസിങ് ബീം. ഇത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. 9 ഫുട്ട് ഡിച്ച് എന്ന് പറഞ്ഞാൽ 9 ഫീറ്റ് ലെങ്ത് ഉള്ള 9 ഫീറ്റുള്ള ഒരു ചെറിയൊരു കുഴി കാണും, അത് നിങ്ങൾ ഓടി ഒന്ന് ജമ്പ് ചെയ്യണം. സിക്സാഗ് ബാലൻസിങ് ബീം എന്ന് പറഞ്ഞാൽ ഇസഡ് ഷേപ്പിൽ കുറച്ച് തടി വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് മുകളിൽ കൂടി നിങ്ങൾ നോർമലി വാക്ക് ചെയ്ത് പോകണം. സിമ്പിളാണത് കേട്ടോ കുട്ടികൾ. ഈ 2 ഇവന് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി നമുക്ക് പെൺകുട്ടികളുടെ നോക്കാം. ഇവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ്, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നോക്കുക കുട്ടികളുടെ ഹൈറ്റ്. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, കുട്ടികളെ നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യുക. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പോകരുത് അങ്ങോട്ട്, വേസ്റ്റാണ് പോകുന്നത്. എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, വെറുതെ പോയി നിങ്ങൾ റാലി ഓടാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ഓടുക, ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. 100% ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ് കേട്ടോ. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ നേവി, എയർഫോഴ്സ്, SSC GD എന്നീ ഡിഫൻസ് ഫോഴ്സിലേക്ക് തയ്യാറെടുക്കുക. ആർമിയിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റാണ് കേട്ടോ. പിന്നെ ഹൈറ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ പോകാവുന്നതാണ്. ആദ്യം നിങ്ങൾ എല്ലാ കുട്ടികളും ചെക്ക് ചെയ്താണ് ഹൈറ്റ് ഉണ്ടോ എന്ന്. നെക്സ്റ്റ് ആണ് നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ ഇവരുടെ PFT പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിങ്ങും പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും ആയിരുന്നു. 2026 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഇവരുടെ ഇവൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് 1.6 കിലോമീറ്റർ റണ്ണിങ് സെയിം തന്നെയാണ്, 8 മിനിറ്റിൽ ഓടിയെത്തണം. പക്ഷേ ഇവർക്ക് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് എന്നൊരു ഇവൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 5 എണ്ണം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മാർക്ക്, 4 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 33, 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 27, 2 എണ്ണം ആണെങ്കിൽ 21, 1 ആണെങ്കിൽ 16. ഇനി പറയാം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹൈറ്റ് ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഒരു ചിഹ്നപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം. കാരണം പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അവിടെ ചിഹ്നപ്പ് എന്നൊരു ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ്ലി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ചില AROയിൽ അവർ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതേ കണക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കുട്ടികളുടെ അവിടെ ആ ഒരു ARലും കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ, റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ കുട്ടികളെയും ചിഹ്നപ്പ് ചെയ്യിച്ചു, ആരും ചിഹ്നപ്പ് അവിടെ എടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്ത്, അവർക്ക് അതിന് പകരം ആ ചിഹ്നപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാറ്റഗറിയിലും നിങ്ങളുടെ ഫിസിക്കൽ ഇവൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചിഹ്നപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. അവിടെ പോകുന്ന മറ്റ് ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ചിലപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോങ് ജമ്പ് ഹൈ ജമ്പ് വെക്കുന്നതായിരിക്കും. ക്ലിയർ? പക്ഷേ പരമാവധി ചിഹ്നപ്പിന് വേണ്ടി ട്രെയിനിങ് ചെയ്ത് അപ്ഡേറ്റ് എടുത്ത് മുന്നോട്ട് പോവുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഹൈറ്റ് വെയ്റ്റ് ചാർട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഹൈറ്റ് വെയ്റ്റ് ചാർട്ട്, ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. എല്ലാവർക്കും ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റും നോക്കാവുന്നതാണ്. ഇവിടെ ഏജും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്കും വെയിറ്റ് വേണ്ടുന്നത് കേട്ടോ കുട്ടികളെ. ആസ് പെർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചാർട്ടാണിത്. BMA അനുസരിച്ചിട്ടുള്ള ഈ ചാർട്ട് എല്ലാ കുട്ടികളും ചെക്ക് ചെയ്തിരിക്കണം. ക്ലിയർ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ 2026 ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് WMB അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ്. റാലി അവരുടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 15 മുതലാണ്. സ്റ്റേഡിയം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കാലിക്കട്ടിലാണ്, കോഴിക്കോടുള്ള ഗ്രൗണ്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ആൾറെഡി അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും തയ്യാറെടുത്തോളും.
കാലിക്കറ്റ് എയറിലെ കുട്ടികളും ഉടനെ തന്നെ ഫിസിക്കലൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഇനിയും നിങ്ങളുടെ 2 മാസം കൊണ്ട് നല്ലപോലെ തകർത്ത എല്ലാ കുട്ടികളും ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന പരമാവധി ഷെയർ ചെയ്യണം. ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ് അറിയാൻ എല്ലാ കുട്ടികളും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. പിന്നെ എയർഫോഴ്സ് എക്സ്വേർഡ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് ആൾറെഡി ഇപ്പോൾ റണ്ണിംഗ് ആണ്. പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സസ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കും. സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് കോൺടാക്ട് നമ്പർ കേട്ടോ കുട്ടികളെ. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ധൈര്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലും, അതായത് എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. വളരെയധികം കുട്ടികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. റാലി അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളും മറ്റ് ഫിസിക്കൽ ഈവൻറ്റുകളും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.